എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. മഹാകവി പിയിലേക്കുള്ള യാത്ര തുടരുന്നു. ഇന്നത്തെ കവിതയെക്കുറിച്ച് രവിയേട്ടൻ സംസാരിക്കും. നമ്മള് കൊയ്ത്ത് കാലമാണ്. കൊയ്ത്ത് കാലം നമ്മുടെ ഉത്സവത്തിന്റെ കാലം. ഉത്സവത്തിന് കൊയ്ത്തും നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ. അപ്പൊ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മലയാളത്തിൽ രണ്ട് വലിയ പുസ്തകങ്ങൾ തന്നെ ഉണ്ട്. ബൈലോപ്പുള്ള രണ്ട് പുസ്തകങ്ങളുടെ പേര് മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്. അങ്ങനെ കൊയ്ത്തിന് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കൊയ്ത്തോടുണ്ട്. പലതുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. ഇവിടെ കൊയ്ത്തുകാരെന്ന് പറയുന്നത് കൃഷിക്കാരുടെ ഓരോ തീരുമാനങ്ങളാണ്. അവർ പറയുന്നത് ഞങ്ങൾ എന്ത് വന്നാലും വിത്തെടുത്ത് ഉണ്ണൂല. ഇവിടെ വിത്ത് ഉദ്ദേശിച്ച നമ്മുടെ പൈതൃകമാണ്. വെറും വിത്ത് മാത്രമല്ല, നമ്മളെ പഴയ പൈതൃകം എടുത്ത് നമ്മൾ കളിക്കൂല. കവിതയില് പിന്നെ ദ്വയാർത്ഥം എല്ലാത്തിനും അർത്ഥം ഉണ്ടാവും. ഇതിപ്പോ വെറും വിത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂർവികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നന്മയുടേതായ പല കാര്യങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കും. അതിന് ഭംഗം വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യൂല എന്നതിൻ്റെ ധ്വനി കൂടാ കവിതയിലുണ്ട്. ഇവര് പറയുന്നത് നമ്മള് എത്രയായാലും നമ്മൾ വിത്തെടുത്തുള്ളൂല്ലോ, എന്ത് തന്നെ കഷ്ടപ്പാട് സഹിച്ചാലും എന്നാണ്. നിങ്ങൾ തുടങ്ങി തന്നാ പട്ടിണി പട്ടടയിട്ടു പൊതിച്ചാലും വിത്തെടുത്തുണ്ണുകയില്ല ഞങ്ങൾ. പട്ടിണി പട്ടടയിട്ടു പൊതിച്ചാലും വിത്തെടുത്തുണ്ണുകയില്ല ഞങ്ങൾ. പ്രാണനും പ്രാണനായി പൂർവികർ നേടിയ മാനം പണയത്തിലാക്കി വെക്കാൻ പൈതാഹമേറ്റു വശം കെട്ടു വീകിലും സോദര രക്തനീർച്ചാൻ പഞ്ചമറിയാത്ത തന്നെ നാടിന്റെ പത്തായം കൂട്ടി കവർന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിൽ 5 ഭാഗങ്ങളായിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് രണ്ടും അത്രേ പറ്റൂ. നീണ്ട ഗാഥ അല്ലേ നമ്മളിപ്പോ ചൊല്ലുന്നത്. നമ്മളിപ്പോ കുഞ്ഞിരാമൻ നായരുടെ ചെറിയ കവിത നോക്കിയിട്ടാണ് ചൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കവിതയും വളരെ നീണ്ട കവിതകളാണ്. കളിയത്തെന്നൊക്കെ പറഞ്ഞ് അവിടെ ചൊല്ലിയ കവിതയൊക്കെ വളരെ നീണ്ട കവിതയാണ്. അതുപോലെ എല്ലാം വളരെ അർത്ഥവത്തായ കവിതയാണ്. കുബ്സൻ നായർ പറഞ്ഞിരിക്കുന്ന കുഞ്ഞിരാമൻ നായർ മേത്തരം കവിതകളെ എഴുതിയിട്ടുള്ളൂ എന്നാണ്. 2ാം തരം ഒന്നും അയാൾ എഴുതിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ഇപ്പൊ സെലക്ട് ചെയ്തത് നമ്മളതിന്റെ ആ ദൈർഘ്യം നോക്കിയിട്ടാണ്. ചെറിയ കവിതകളാണ് ഇപ്പൊ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമ്മള് കളിയച്ഛനും സൗന്ദര്യദേവിയും എടുത്തു എന്നുള്ളത് ശരിയാണ്. അത് ആദ്യം തുടങ്ങുന്നത് നിർബന്ധമുള്ളത് കൊണ്ട് തുടങ്ങിയതാണ്. പട്ടിണി പട്ടടയിട്ടു പോരിച്ചാലും വിത്തെടുത്തുണ്ണുകയില്ല ഞങ്ങൾ. പട്ടിണി പട്ടടയിട്ടു പോരിച്ചാലും വിത്തെടുത്തുണ്ണുകയില്ല ഞങ്ങൾ. പ്രാണനും പ്രാണനായി പൂർവികർ നേടിയ മാനം പണയത്തിലാഴ്ത്തി വയ്ക്കാൻ പൈതാഹമേറ്റു വശം കെട്ടു വീഴ്കിലും സോദര രക്തനിർധാര ചിന്താൻ പഞ്ചമറിയാത്ത തന്നയൽ നാടിന്റെ പത്തായം കുത്തിക്കവർന്നു പോകാൻ ഉണ്ണാനിരിക്കുമാ പരഭൂഖണ്ഡത്തിൽ കിണ്ണത്തിൻ പൂഴി നിറച്ചു വയ്ക്കാൻ കാർപ്പണ്യകാകോളം കാറ്റിൽ തളിക്കുവാൻ കൈപ്പടം പൊക്കുകയില്ല ഞങ്ങൾ. എന്നും ഈ ഉച്ഛിഷ്ടം കാക്കും ജനനി തൻ കണ്ണുനീർ കണ്ടടങ്ങില്ല ഞങ്ങൾ. മഞ്ഞുമലയും കുമാരിയും കാക്കുമീപം മണ്ണിൽ വിളഞ്ഞു വരുന്ന വിത്ത്. മഞ്ഞുമലയും കുമാരിയും കാക്കുമീ മണ്ണിൽ വിളഞ്ഞു വരുന്ന വിത്ത്. കുമാരി ഉദ്ദേശിച്ച് കന്യാകുമാരിയാണ്. അവിടെ അതന്നെ ഞാൻ ആലോചിച്ചത്. കുമാരി അവിടെ പറഞ്ഞു കന്യാകുമാരി അല്ലേ.
മംഗളത്താരാട്ടു പാടിയുറക്കുന്ന ഗംഗയലകൾ നനയ്ക്കും വിത്ത് കാലം പതിരു കോഴിച്ചു പരീക്ഷ തൻ കാറ്റും വെയിലുമൊട്ടേറ്റ വിത്ത് ഉച്ച പിടിച്ചു പടനിലമൊക്കെയും പച്ച പീഡിപ്പിക്കാൻ പോന്ന വിത്ത് കർമ്മപ്രപഞ്ചത്തെ തർപ്പിപ്പാൻ ഭാരത കർഷകൻ വാരി വിതച്ച വിത്ത് ഭാവി തലമുറയ്ക്കില്ലം നിറയ്ക്കേണ്ട ഭാരത സംസ്കാരമെന്ന വിത്ത് പട്ടിണി പട്ടടയിട്ടു പോരിച്ചാൽ വിത്തെടുത്തുണ്ണുകയില്ല ഞങ്ങൾ ബദ്ധമായി ബുദ്ധ സമ്പത്തു പരത്തും ഈ വിത്തിനവമതി പറ്റിയെന്നാൽ പോരാതെ പൊന്മുള പൊങ്ങുന്നു ഞങ്ങൾ തൻ ചോര നീരോടും ക്ഷേത്രങ്ങളിൽ അന്ത്യയൂഷസ്സുകൾ കിങ്ങിണി ചാത്തിക്കേ അർക്കനും ചന്ദ്രനും സാക്ഷി നിൽക്കേ അന്ത്യയൂഷസ്സുകൾ കിങ്കിണി ചാത്തിക്കേ അർക്കനും ചന്ദ്രനും സാക്ഷി നിൽക്കേ കാലപ്പെരുമാൾ തൻ കർഷക സന്ദേശം കാറ്റും മുകിലും പരത്തിപ്പോകേ അമ്മിഞ്ഞ നൽകുവാൻ വിത്തെ നിൻ പൂവുടലമ്മ മടിയിലെടുത്തു വെച്ചു ഹൃത്തിലെ ചെഞ്ചോര തേവി നനച്ചത പച്ച പിടിച്ച കിനാവുകളെ തുള്ളിപ്പുളഞ്ഞിഴഞ്ഞെത്തിയ പാഴ്മല വെള്ളം പിടിച്ചു വിഴുങ്ങിയാലും നാവു വരളുന്ന ദീർഘോപവാസത്തിനാളത്തിൻ നൊന്ത തപസ്സു മൂലം നാവു വരളുന്ന ദീർഘോപവാസത്തിനാളത്തിൻ നൊന്ത തപസ്സു മൂലം തീനാളത്തിൻ നൊന്ത അല്ലെ നാവ് വരളുന്ന ദീർഘോപവാസ തീനാളത്തിൻ അല്ലെ തീനാളത്തിൻ തൂമണി വിത്തേ വന്നെത്തും നിൻചാരത്തു പൂമങ്ക പുൽകുമോരോണക്കാലം ആശകളി ഇളം കൈകളിൽ കൊണ്ടുവച്ചായുധ പൂജ നടത്തി വീണ്ടും ഭാവനാമൂർത്ത നിൻ സേവാബലത്തിനാ ജീവിത പോരിനിറങ്ങി ഞങ്ങൾ പച്ച തേച്ചൊന്നു മിനുത്തു പതുത്തൊരു പട്ടൊളി പൂമുഖം കണ്ടെങ്കിലേ ഉത്തമ സേവന സ്നേഹാലെരിയോമി കൈത്തിരി ചാർത്തു തെളിഞ്ഞെങ്കിലേ നീലലോല കലാരാമരംഗ തിരാനന്ദ പൈങ്കിളി പാട്ടുപാടും വെണ്ണീരിൽ മുങ്ങി കുളിച്ചു കരപറ്റും കണ്ണുകൾ വിങ്ങിലുയരും പോലെ വൃത്തി സംപ്രാപ്തിക്കു പത്തനം വിട്ടൊരു പുത്രനെയോർത്തമ്മ മാഴും പോലെ പുൽക്കൊടി നാരിന്മേൽ പൊന്മണി കോർത്തിട്ടു നൽകുമപ്പാണിയെ നണ്ണി നിന്നെ കേടത്ത കൈകളിൽ വാരിയെടുത്തിത പാടത്തു മണ്ണിൽ വലിച്ചെറിഞ്ഞു ഗ്രീഷ്മവ്രതത്തിനാൽ വേത്ത തൂനെറ്റിയിൽ ഊഷ്മള വീർപ്പുകളും അവയ്ക്കേ വിണ്ണവർ താരക കണ്ണിനാൽ കണ്ടല്ലോ മണ്ണിലുറങ്ങി കിടക്കും നാഗം. അപ്പൊ അടുത്ത കവിതയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്, ഈ കവിതയെ കുറിച്ച് രവിയേട്ട? അപൂർണമാണത്, പൂർണ്ണമാണ്. അതായത് അതിനിടയ്ക്ക് കുറത്തി എന്നുള്ള അവിടെ എന്താ അത് അതിന്റെ അർത്ഥം? വേറെ അതിന്റെ ട്യൂണ് മാറുന്നു മാത്രം, അവിടെ അത്രേ ഉള്ളൂ. ഓരോ ഗാഥ വേറെ 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 വരികള്. ഈ ഗാഥ എന്ന് പറയുമ്പോ അതിന്റെ വൃത്തം എന്ന് പറയുന്നത് മഞ്ചരി വൃത്തായിട്ട് വരും. മഞ്ചരി അല്ല, വൃത്തങ്ങൾ കുറേ ഉണ്ട്. സന്തോഷം. കേക, കാക, കാകളി, മഞ്ചരി, ശ്ലഥ കാകളി, പിന്നെ നദോന്നത, എല്ലാ വൃത്തത്തിലും ഞാനൊരു ഭാഷാ പണ്ഡിതനല്ല, മലയാളം അല്ല, ഞാൻ ഹിന്ദി ആയിപ്പോയി എന്റെ സബ്ജക്ട്. ഹിന്ദിയിൽ എന്റെ പേര് വേറെയാന്നു.
ഏതായാലും നമസ്കാരം. നമസ്കാരം.